എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് യൂണിഫോം കോട്ടിൻ്റെ പോക്കറ്റ് തയ്ക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഈ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സൗണ്ട് ക്ലാരിറ്റി നല്ല കുറഞ്ഞു പോയിരിക്കുന്നു. അതുകൊണ്ട് വീഡിയോ വീണ്ടും ഇടാമെന്ന് വിചാരിച്ചു. ഇതിലിപ്പോൾ രണ്ട് രീതിയിൽ പോക്കറ്റ് തയ്ക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണുക. അതായത് സെയിം കളറ് പോക്കറ്റ് മൗത്ത് വയ്ക്കുന്നതും ഡിഫറെൻറ്റ് കളറുള്ള പോക്കറ്റിൻ്റെ മൗത്ത് വയ്ക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആദ്യം ഇതേപോലെ പട്ടി അടിച്ചിട്ട് ഇവിടെ ഒരു 1/4 ഇഞ്ച് തയ്യലിൽ ഇട്ട് വയ്ക്കുക. പിന്നെ ഇതേപോലെ ടെക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ വച്ചിട്ട് ഇവിടെ ഈ പടിയോട് ചേർന്ന് ഈ ടെക്കിന് താഴെയായിട്ട് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതിപ്പോൾ കോട്ടിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് 2.25, 2.5, ഒരു 2.25 ഇഞ്ച് വരെയൊക്കെ വയ്ക്കുക. അത് കൂടുതൽ വേണ്ട. ഇനി ഇത് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെയാണ് പോക്കറ്റ് വയ്ക്കുക. അപ്പോൾ ഇത് സ്ട്രൈറ്റ് ആക്കാൻ വേണ്ടി ഒരു ഐഡിയ ഉണ്ട്. ഇതിങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഒപ്പം വയ്ക്കുക. ഈ പട്ടിയുടെ സൈഡ് ഇതേപോലെ ഒപ്പം വെച്ചിട്ട് നഖം കൊണ്ട് ഇതുപോലെ നന്നായിട്ട് വരയ്ക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് സ്ട്രൈറ്റ് ലൈൻ കിട്ടും. എന്നിട്ട് ഇവിടെ ഒരു 5 ഇഞ്ച് പോക്കറ്റ് വയ്ക്കാം. 5 ഇഞ്ച്, 4.5 ഇഞ്ച്, 4 ഇഞ്ച് ഒക്കെ വയ്ക്കാം വലിപ്പത്തിനനുസരിച്ച്. പിന്നെ ഇതുപോലെ ഒരു തുണി എടുക്കുക. ഇതിപ്പോൾ നമ്മൾ 5 ഇഞ്ചാണ് ഇതിൽ പോക്കറ്റ് വയ്ക്കുന്നത്. അപ്പോൾ ഒരു 5.5 ഇഞ്ചിൽ ക്യാൻവാസ് വെച്ചിട്ട് ഒട്ടിക്കുക. ഇതിൻ്റെ വീതി വന്നിട്ട് 3/4 ഇഞ്ച്. അപ്പോൾ തുണി വന്നിട്ട് ഒരു 2 ഇഞ്ച് കൂടുതൽ എടുക്കുക. 5 ഇഞ്ച് മൗത്ത് വരുമ്പോൾ 7 ഇഞ്ച് തുണി എടുക്കുക. അതുപോലെ ലെങ്ത്തും അത്ര തന്നെ എടുത്താൽ മതി. എന്നിട്ട് അത് ഇങ്ങനെ വെച്ചിട്ടാണ് ഇവിടെ നിന്ന് ഇതുവരേക്കും തയ്ക്കുക. അതുപോലെ തന്നെ വേറെ ഒരു തുണി എടുക്കുക. അതും ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇതുവരേക്കും തയ്ക്കുക. അപ്പോൾ ഇത് തയ്ച്ചെടുക്കാം. ഈ ലൈനിൽ കൂടെയാണ് തയ്ക്കേണ്ടത്. ഇപ്പം ഇതുപോലെ രണ്ട് സൈഡും ലോക്ക് ചെയ്തിട്ട് തയ്ക്കണം. ഇനി ഇതിൻ്റെ സെൻറ്റർ പിടിച്ചിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്യുക. ഇവിടെ ഒരു 1/2 ഇഞ്ച് ഈ രണ്ട് സൈഡും ഗ്യാപ്പ് ഇടുക. ഇതുവരേക്കും കട്ട് ചെയ്ത് എടുത്താൽ മതി. അതായത് ഇതുവരെ. ഇവിടെ അതുപോലെ ഇത്രയും കട്ട് ചെയ്യുക. എന്നിട്ട് പിന്നെ അതിങ്ങനെ വി ഷേപ്പിലാണ് കട്ട് ചെയ്യേണ്ടത്. ഇതുപോലെ. അത് ഇതിൻ്റെ ബാക്ക് വശത്താണ് കട്ട് ചെയ്യേണ്ടത്. ഇതിങ്ങനെ പിടിച്ചിട്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. ഇനി ഇവിടെ നഖം കൊണ്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ട് വരച്ചെടുക്കുക. അതുപോലെ ഇവിടെയും നഖം കൊണ്ട് നന്നായിട്ട് വരച്ചെടുക്കുക. എന്നിട്ട് ഈ ക്യാൻവാസിൻ്റെ ഇവിടെ ഇതിങ്ങനെ മടക്കിയിട്ട് ഒന്ന് അയൺ ചെയ്ത് എടുത്താൽ മതി ഇതുപോലെ. എന്നിട്ട് ഇത് ഉള്ളിലേക്ക് എടുക്കുക. കട്ട് ചെയ്ത പീസ് ഇതിനെങ്ങനെ അകത്തേക്ക് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മൗത്തിൽ വെച്ചിട്ട് ഇവിടെ തയ്ക്കുക. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഈ സൈഡും തയ്ക്കുക. അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് ഇതിന് മേലെ ഒരു തയ്യലിടാം. അത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണ്ട, കുറച്ച് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് അങ്ങനെ തയ്ച്ചിട്ട് ഇതിൽ തന്നെ ഫിനിഷ് ചെയ്യുക. അപ്പോൾ ഈ കോർണർ നല്ല ഭംഗിയിൽ വരും.
അപ്പോൾ ഇതുപോലെ മേലെ സ്റ്റിച്ച് ഇടുക. അതുകൊണ്ട് 2 ഗുണമുണ്ട്. ഈ സൈഡെല്ലാം നമ്മൾ സൈഡ് കട്ട് ചെയ്ത് അടിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തുണി വിട്ടു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്ട്രോങ് ആയി ഒരു ഫിനിഷിങ്ങും വന്നു. ഇനി ചെയ്യാനുള്ളത് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഈ തയ്യൽ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഒരു 1/2 ഇഞ്ച് വീതി വെച്ചിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. അതുപോലെ ഇതിൻ്റെ വീതി വെച്ചിരിക്കുന്നത് 5 ഇഞ്ചാണ്. അപ്പോൾ ഇറക്കം ഒരു 5.5 ഇഞ്ച് മതി. നമ്മൾ തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് ഒരു 1/2 ഇഞ്ച് കൂടുതൽ വയ്ക്കാം. അതുപോലെ ഇവിടെയും കുറച്ച് കട്ട് ചെയ്യാം. ഒരു 1-1.25 ഇഞ്ചൊക്കെ വീതി മതി. അതിനുശേഷം വേറെ ഒരു പീസ് ഇതുപോലെ ഇതിനടിയിൽ വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ 1/4 ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കുക. അടുത്ത പോക്കറ്റിൽ ഞാൻ ഓവർലോക്ക് ചെയ്യുന്നത് കാണിക്കാം. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഏകദേശം 1 സെൻറ്റിമീറ്റർ അധികം വെച്ചിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഈ എക്സ്ട്രാ വെച്ച പീസ് ഇതിലേക്ക് മടക്കിയിട്ട് ഒരു തയ്യലിടാം. ഇപ്പോൾ ഇതിൻ്റെ പോക്കറ്റിൻ്റെ പണി ഏറെക്കുറെ കഴിഞ്ഞു. ഇനി ഒരു തയ്യലും കൂടി ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഓപ്പൺ ഇങ്ങനെയാണ് വരിക. അതുപോലെ ഇവിടെയും അല്പം തുറന്ന് കിടക്കും. അപ്പോൾ ഇവിടെ ഒരു തയ്യലും കൂടി ഇടണം. അത് ഇങ്ങനെ വെച്ചിട്ട് ഈ തുമ്പ് കൂടെ തന്നെ തയ്ച്ചാൽ മതി. ഇവിടെ നിന്ന് കെട്ടിട്ടിട്ട് ഇതുവരേക്കും തയ്ച്ചെടുക്കുക. പോക്കറ്റ് ഇങ്ങനെയാണ് തയ്ച്ചെടുക്കുക. ഇനി അടുത്ത പോക്കറ്റും കൂടെ കാണിക്കാം. അതായത് വേറെ കളർ വയ്ക്കാം. ഇതിൽ ഇതേപോലെ ടെക്ക് ഇട്ടിട്ട് ഇവിടെ പട്ടി അടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ഇതേപോലെ ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പോക്കറ്റ് മൗത്ത് ഈ കളറാണ് വെക്കുന്നത്. ഇതുപോലെ ഒരു 2 ഇഞ്ച് വീതിയുള്ള തുണി എടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു 3/4 ഇഞ്ച് വീതിയിൽ ക്യാൻവാസ് ഇതിൽ ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഒരു 1/2 ഇഞ്ചിൽ തയ്ച്ചെടുക്കുക ആദ്യം. ഇവിടെ ഒരു മേൽത്തയിലിടാം. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ വെച്ചിട്ട് തയ്ച്ചെടുക്കുക. അപ്പോൾ ഇതിൽ വൈറ്റ് നൂലാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾ സെയിം നൂലാണ് ഇടേണ്ടത്. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ചുകൂടെ വലിയൊരു പീസ് ഇവിടെ വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് തയ്ച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പ് നിർത്തുക. എന്നിട്ട് ഓവർലോക്ക് അടിക്കുക. ഇതുപോലെ ഓവർലോക്ക് അടിച്ചെടുക്കുക. ഇങ്ങനെ അടിക്കാതിരിക്കും എളുപ്പം. പക്ഷേ ഓവർലോക്ക് ഇല്ലാത്തവർ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.